ഒറ്റക്കൊമ്പനുണ്ട്. ഇതാണ് ഒറ്റക്കൊമ്പൻ, നാടൻ വാറ്റി ആരായം എന്ന് പറയും. ഒറ്റക്കൊമ്പൻ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ സംഭവം ഉണ്ട് കേട്ടോ. വൈനില്ല ചേട്ടാ നമുക്ക് പോലെ നല്ല ഈ ഐറ്റംസ് എല്ലാം ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ ഉള്ള ഐറ്റംസ് ആണ്. കടച്ചക്ക ഇതങ്ങനെ അധികം സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ബീഫ് പ്രസിദ്ധമാണ്. നമുക്ക് ഫ്രഷ് ഫിഷ് സാധാരണ അയല, മത്തി, കിളി, നമ്മുടെ നാട്ടിലെ നത്തോലി, ഇതെല്ലാം നമുക്ക് എപ്പോഴും കടയിലുണ്ട്. നാട്ടിൽ നിന്ന് വരുത്തുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. അധികം പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ. 7 പൗണ്ട്, 8 പൗണ്ട്, 6 പൗണ്ടൊക്കെ ഉള്ളേ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ടു ഷെയർ വൺസ് അഗെയിൻ. നമ്മളുണ്ടല്ലോ അതേ പീറ്റർബോറോയിലെ ഗ്ലോബൽ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കേരള സ്റ്റോറിന്റെ ഫ്രണ്ടിലാട്ടോ ഉള്ളത്. അപ്പോൾ റീസെന്റ് ആട്ടോ ഞങ്ങൾ ഈ സ്റ്റോർ കണ്ടുപിടിച്ചത്. അപ്പോൾ നേരത്തെ ഒരുപാട് പല പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടായിരുന്നു ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുവിധം എല്ലാ മലയാളികൾക്ക് ആവശ്യമായ ഐറ്റംസ് നമ്മുടെ സ്റ്റോറിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പീറ്റർബോറോ പരിസരത്തൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. പീറ്റർബോറോയിലെ വെല്ലൻഡ് റോഡിലാണ് കേട്ടോ ഈ സ്റ്റോർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രീ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിങ്ങും അവൈലബിൾ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചക്കയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. ഫ്രഷ് ഫിഷും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇത് നമ്മുടെ ജെയിൻ ജേക്കബ് ചേട്ടനാണ് കേട്ടോ. ചേട്ടനാണ് ഇവിടുത്തെ ഷോപ്പിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ചേട്ടന്റെ ഷോപ്പാണ്. അപ്പോ നമുക്ക് ഇനി കടയിൽ എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് നോക്കാം. ഞാൻ ഇവിടെ നോട്ടീസ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചായക്കടയിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സെറ്റപ്പ് ഇല്ലേ, ഇതുപോലെ ഇങ്ങനെ ചെറിയ പെട്ടിക്കകത്ത് നമ്മുടെ ചൂട് പലഹാരങ്ങളൊക്കെ വെച്ചേക്കുന്ന അതുപോലെ ഒരു സംഭവം ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരുപാട് ലേറ്റ് ആയി, എന്നാലും അതുകൊണ്ട് സാധനങ്ങളൊക്കെ തീർന്നു. അപ്പൊ അത് പബ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇത് എന്താ പറയാ, ഭയങ്കര നമുക്ക് നാട്ടിൽ ഈ ചായക്കടയിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്ന ആ ഒരു ഫീല് തോന്നിക്കുന്ന ഒരു പെട്ടിയാണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കയറി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നാടൻ സാധനങ്ങൾ, നമ്മുടെ അരിയാണ് കേട്ടോ. ഒരുപാട് അരി വെറൈറ്റീസ് ഉണ്ട്. വൈറ്റ് റൈസ്, മട്ട റൈസ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അരി ഗോതമ്പ് സെക്ഷനിൽ തന്നെ ഒരുപാട് ഓഫറുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ദേ മയിലിന്റെ റൈസ് ഉണ്ട് കേട്ടോ. ഇത് 1 kg ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട് 12.99. നമുക്ക് ആശീർവാദ് ആട്ടയുണ്ട്. പിന്നെ നാനീസിന്റെ ആട്ടയുണ്ട് കേട്ടോ. നാനീസിന്റെ ആട്ടയ്ക്ക് 5 kg ആട്ടയ്ക്ക് 6.99 പൗണ്ട്. ഇവിടെ നമ്മുടെ പച്ചക്കറി ഐറ്റംസ് ഒക്കെയാണ്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ക്യാബേജ്, ചെറുള്ളി, പിന്നെ ചെറിയ പഴമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഐറ്റം കാണിച്ചു തരാവേ, കടച്ചക്ക. ഇതങ്ങനെ അധികം സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിപ്പം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ്, UK വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ കടച്ചക്ക കാണുന്നത് തന്നെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം ചക്കപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കണിക്കൊക്കെ വെക്കുന്ന വെള്ളരി ഉണ്ട്. ഇതെന്താ സാധനം? കുമ്പളങ്ങയാണ് കേട്ടോ, പേര് മറന്നു. പിന്നെ കപ്പളങ്ങയുണ്ട്, ചേനയുണ്ട്, അങ്ങനത്തെ നമ്മുടെ പച്ചക്കറികളെല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. മുരിങ്ങാക്കോല്, വാഴയ്ക്ക, ഏത്തപ്പഴം എല്ലാം അത്യാവശ്യം ചീപ്പാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ. പിന്നെ അതുപോലെ നമ്മുടെ ധാന്യങ്ങൾ ലൈക്ക് പയറ്, ചെറുപയർ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ചെറുപയറൊക്കെ ആണെങ്കിൽ ദിൽഷാദിൻ്റെ 2 കിലോയുടെ പാക്കറ്റിന് 3.99 ഉള്ളൂ കേട്ടോ. നമുക്കിത് പൊടികൾ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇഡ്ഡലി പൊടി, പൊടി. പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം നമുക്ക് നമ്മുടെ അരിപ്പൊടി, അങ്ങനത്തെ പൊടികളെല്ലാം ഉണ്ട് കേട്ടോ. ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഈ ഒരു ചെറിയ സെക്ഷനിൽ നമ്മുടെ നാടൻ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ജാതിപത്രിയാണ്. പിന്നെ നമ്മുടെ കറാപ്പട്ട, ബേ ലീവ്സ്, കടുകൊക്കെ വരുന്നത് മയിലിൻ്റെ ആണ്. മയിലിൻ്റെ കടുകിന് വരുന്നത് 1.39 പൗണ്ടാണ് കേട്ടോ. 200 ഗ്രാം. പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകത്തിനും 200 ഗ്രാമിന് 1.90 പൗണ്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ബ്രാഹ്മിൻസിൻ്റെ ആണ്. ബ്രാഹ്മിൻസിൻ്റെ 1 കിലോൻ്റെ ചില്ലി പൗഡറിന് 4.50 പൗണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ഉണ്ട് കേട്ടോ. അതേ താഴെ മയിലിൻ്റെ ഉണ്ട് കേട്ടോ. മയിലിൻ്റെ കാശ്മീരി ചില്ലി പൗഡറിന് 5.9 400 ഗ്രാമാണ്. കൊറിയാണ്ടർ പൗഡർ, ചില്ലി ഫ്ലേക്സ്, പാവയ്ക്ക വറക്കാനായിട്ട് ഉണങ്ങിയതുണ്ട് കേട്ടോ. 1.99 പൗണ്ടാണ് 100 ഗ്രാമിന്. പിന്നെ നമ്മളിത് സ്നാക്സിന്റെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ. ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ നമ്മൾ ക്രേവ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്വീറ്റ് ആയിട്ടുള്ളതും എരിവുള്ളതും. നമുക്കറിയാം, നമുക്കിവിടെ എരിവുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ മലയാളി കടയിൽ തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് സ്പെഷ്യൽ ഓഫറുള്ള ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രിൻസ് ഫുഡിൻ്റെ
ഒരെണ്ണം എടുത്താലും ഒരെണ്ണം ഫ്രീ ആണ് കേട്ടോ. ഈ ഐറ്റംസ് എല്ലാം ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ ഉള്ള ഐറ്റംസ് ആണ്. നമുക്ക് മുറുക്കുണ്ട്, എന്താ പറയാ, എള്ളുണ്ട ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ്, പക്കാവട, കടല, മിക്സർ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും. പിന്നെ മേലോട്ട് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഞാൻ കണ്ടത് ഇത് റൈറ്റ് ജാക്ക് ഫ്രൂട്ടിന്റെ ചിപ്സ് ആണ്. നമ്മുടെ ശരിക്കും പഴുത്ത ചക്കയുടെ ടേസ്റ്റ് വരുന്ന ക്രിസ്പി ആയിട്ടുള്ള സാധനം. പിന്നെ നമ്മൾ അച്ചാർ സെക്ഷനിലേക്ക് വന്നു കേട്ടോ. അത്യാവശ്യം എല്ലാ വെറൈറ്റി അച്ചാറുകളും ഉണ്ട് കേട്ടോ. ഈസ്റ്റേണിന്റെ ഉണ്ട്, കിച്ചൺ ട്രഷേഴ്സിന്റെ ഉണ്ട്, മറിയാസിന്റെ ഉണ്ട്, അജ്മിയുടെ ഉണ്ട്, പിന്നെ നമ്മുടെ അമ്മച്ചിയുടെ അച്ചാറും ഉണ്ട് കേട്ടോ, വിശ്വാസിന്റെ ഉണ്ട്. അങ്ങനെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. പിന്നെ ചമ്മന്തി പൊടികളും ഉണ്ട് കേട്ടോ. മത്തി പീര പറ്റിച്ചതുണ്ട് കേട്ടോ. ഇത് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഈ സാധനം. മത്തി പീര പറ്റിച്ചത് ഇതുപോലെ ടിന്നിൽ വരുന്നുണ്ട്. മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മസാല പൊടികളാണ് കേട്ടോ. അതും എല്ലാ ബ്രാൻഡുകളുടെയും ഉണ്ട് കേട്ടോ. ഈസ്റ്റേണിന്റെ ഉണ്ട്, കിച്ചൺ ട്രഷേഴ്സിന്റെ ഉണ്ട്, ബ്രാഹ്മിൻസിന്റെ ഉണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പും ഐറ്റംസും ഉണ്ട്. ചിക്കൻ മസാലക്കൊക്കെ ആണെങ്കിൽ വരുന്നത് 2.49 പൗണ്ടൊക്കെയാണ് കേട്ടോ. അതിപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെയും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ ഫ്രോസൺ ഐറ്റംസ് ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ചിരകിയ തേങ്ങയാണ് കേട്ടോ. പിന്നെ നമുക്ക് ജാക്മയുടെ ഉണ്ട്, ഡെയിലി ഡിലൈറ്റിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. കപ്പ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് ഞാൻ കണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലിട്ട് പൂരിയാണ് കേട്ടോ. ഞാനിങ്ങനെ അധികം ഒരു സ്ഥലത്തും കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് മലബാർ പൂരി എന്ന് പറഞ്ഞിട്ട്. ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് എണ്ണയിലേക്കിട്ട് പൂരി റെഡി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കിത് ഇടിയപ്പം ഓൾറെഡി റെഡി കുക്ക്ഡ് ആയിട്ടുള്ള ഇടിയപ്പം അവൈലബിൾ ആണ്. പിന്നെ അതേ മലബാറിൻ്റെ ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പരിപ്പ് വട, ഫ്രോസൺ ഐറ്റംസ്. പിന്നെ നമുക്ക് പൊറോട്ട, ചപ്പാത്തി, യൂഷ്വൽ മലയാളികൾക്ക് ഫേവറേറ്റ് ആയ പൊറോട്ട, ചപ്പാത്തി എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ പലഹാരങ്ങൾ, എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ? അടപ്രഥമൻ വരെ ഉണ്ട് കേട്ടോ. കട്ട്ലറ്റ്, അവല് വിളയിച്ചത്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. സമൂസയുണ്ട്, പരിപ്പ് വടയുണ്ട്, ഉഴുന്നുവടയുണ്ട്, പഴം നിറച്ചതുണ്ട്, പഴംപൊരിയുണ്ട്, ഹൽവയുണ്ട്, ലഡു ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വീണ്ടും ഫ്രോസൺ ഐറ്റംസിൻ്റെ ഒരു വലിയ സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മലയാളി സ്റ്റോറുകളിൽ പോയാലറിയാം എല്ലാം ഒരുപാട് ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെ ചിക്കൻ സമൂസയുടെ വലിയ പാക്കറ്റ് കാണാം, 20 എണ്ണം കേട്ടോ ഇത്. പിന്നെ അതേ ഫിഷ് ബിരിയാണി, ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്, റെഡി ടു ഈറ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാട്. ഫിഷ് ബിരിയാണി, ബീഫ് കോക്കനട്ട് ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ. ചക്കക്കുരു മാങ്ങയൊക്കെ ഉണ്ട്. പിന്നെ അതേ അവിയൽ, തോരൻ, ചക്കപ്പുഴുക്ക്, അങ്ങനത്തെ എല്ലാം നമുക്ക് റെഡി ടു പെട്ടെന്ന് തന്നെ ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫ്രോസൺ ഫിഷും അവൈലബിൾ ആണ് കേട്ടോ. ഫ്രോസൺ ഫിഷ് മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി ഫ്രഷ് ഫിഷും അവൈലബിൾ ആണ്. ഞങ്ങൾ ഇവിടുന്ന് ആവോലിയും കൊഞ്ചും മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ അയലയും ചാളയും ഒക്കെ മേടിച്ചായിരുന്നു. ഫിഷിൻ്റെ നല്ലൊരു വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്കിത് ഇപ്പം ഞങ്ങളിത് ആവോലി, നല്ല ഫ്രഷ് ആയിട്ടുള്ള ആവോലിയും ചെമ്മീനുമാണ് കേട്ടോ മേടിച്ചത്. ആവോലി പെർ കെ ജി റേറ്റ് 10 ആണ് വരുന്നത്, ചെമ്മീനും 10 ആണ് കേട്ടോ പെർ കെ ജി റേറ്റ് വരുന്നത്. ഫ്രഷ് മീറ്റും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ബീഫ് വിത്ത് ബോണ്, ലിവർ, അങ്ങനെയുള്ള ഐറ്റംസ് ഡെലിവറിയും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിലും ആഡ് ചെയ്യുന്നതായിരിക്കും. ട്യൂണയാണ് കേട്ടോ, നമ്മുടെ നത്തോലി, അയല. മിക്കപ്പോഴും വരുമ്പോൾ എപ്പോഴും ഫ്രഷ് ഫിഷ് ഉണ്ടാവാറുണ്ട് കേട്ടോ. തേഴ്സ്ഡേസിലാണ് ഇവിടെ ഫ്രഷ് ഫിഷ് വരുന്നത്. ഫിഷ് മാത്രമല്ല കേട്ടോ, മീറ്റ്, നമുക്ക് ബീഫ്, ലിവർ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ബീഫ് വിത്ത് ബോണാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യലായിട്ട്. എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ഫിഷൊക്കെ ഫ്രഷ് ആയിട്ട് കഴിക്കണം എന്നുള്ള മലയാളീസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ഫിഷ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് പാത്രങ്ങളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. പാത്രം മാത്രമല്ല, മിക്സി, കുക്കർ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് മിക്സിയും കുക്കറൊക്കെ കൊണ്ടുവരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ മേടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ സുജാതയുടെ മിക്സിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. വലിയ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്ന ചില പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, ഉരുളി, ചപ്പാത്തി കിടത്താനുള്ള സാധനങ്ങൾ, നമുക്ക് വീട്ടിലൊക്കെ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ വീണ്ടും അരിയുടെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നമ്മുടെ ബിരിയാണി റൈസുകൾ, കൈമ റൈസ്, അങ്ങനത്തെ ഉള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. പൊടിയരിക്കുന്ന കഴിക്കുന്നത് പൊടിയരി ഉണ്ട് കേട്ടോ. ഗോതമ്പ്, അങ്ങനെയുള്ള ഐറ്റംസ്.
മന്തി കിറ്റ് ഉണ്ട് കേട്ടോ പ്രിൻസിൻ്റെ. ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. മന്തിയുടെ കിറ്റാണ്. നമുക്ക് മന്തി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു കിറ്റിൽ കിട്ടുന്നു. സോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഹമാമ്, സിന്തോള്, മൈസൂർ സാൻഡൽ സോപ്പ്. നല്ല മണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ മിസ് ചെയ്യുന്ന ഭയങ്കര നൊസ്റ്റാൾജി തരുന്ന സാധനങ്ങൾ മെഡിമിക്സ് ഒക്കെ. പിന്നെ നമുക്കിവിടെ നമ്മുടെ പൂജ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മണി, പിന്നെ പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഉണ്ട്. മാല, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ താഴെ തിരി കത്തിക്കാനുള്ള ഐറ്റംസ്. ഈ പാത്രം അന്വേഷിച്ച് നടക്കുന്നവരെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാത്രം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടാത്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ നമ്മുടെ ടെമ്പിൾ ടൈപ്പ് ഓർണമെന്റ്സ് ആണ് കേട്ടോ. ഇത് അധികം ഞാൻ ഇവിടെ അങ്ങനെ സ്റ്റോറുകളിലൊന്നും കാണാത്ത സാധനമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെ നാട്ടിൽ നിന്ന് വരുത്തുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. അധികം പ്രൈസ് ഒന്നുമില്ല കേട്ടോ. 7 പൗണ്ട്, 8 പൗണ്ട്, 6 പൗണ്ടൊക്കെ ഉള്ള അഫോർഡബിൾ ആണ്. അപ്പോൾ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഡ്രിങ്ക്സിന്റെ സെക്ഷൻ ആണ് കേട്ടോ. നമുക്ക് ബിയർ, വൈൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. വൈനില്ല ചേട്ടാ? നമുക്ക് വൈനുണ്ട്. നല്ല മധുരമുള്ള വൈനസ് ഒക്കെ ഉണ്ട്. നാട്ടിലെ പോലെ നാട്ടിലൊക്കെ നല്ല ഇതുണ്ടോ. ഇത് നല്ല നല്ല ടേസ്റ്റ് വൈൻ. മുന്തിരി വൈൻ പോലെ നല്ല ഇത് നമ്മുടെ ഈ സ്പൈസസിന്റെ ഒക്കെ ടേസ്റ്റുള്ള നല്ല വൈനുകൾ, മധുരമുള്ള. നമുക്ക് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈൻ, നമ്മുടെ നാട്ടിലെ ടേസ്റ്റുള്ള വൈൻ അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് കോക്ബൻ എന്ന് പറഞ്ഞിട്ടൊരു വൈൻ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ ടേസ്റ്റുള്ള വൈനൊക്കെ എവിടെയാണ് കിട്ടുക, ഏതൊക്കെ വൈനാണെന്ന്. അപ്പോൾ ചേട്ടൻ നമുക്ക് സജസ്റ്റ് ചെയ്തൊരു വൈനാണ് കേട്ടോ. ക്യൂസി റിച്ച് റൂബി എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് എത്രയാണ് ചേട്ടാ? 849 ആണ് കേട്ടോ. വേറെ ഏതാ നല്ല വൈൻ? മറ്റുള്ള നമ്മളെ ടൈലേഴ്സിന്റെ ഒക്കെ വൈനുണ്ട്. ഇതൊക്കെ മധുരമുള്ള നല്ല ടൈലേഴ്സിന്റെ വൈൻ്റെ കാര്യം ഒരുപാട് പേര് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ക്രോഫ്റ്റ് ഉണ്ട്. ഇതുണ്ട് ക്രോഫ്റ്റ്. ഇത് മധുരമുള്ള നാട്ടിലെ പോലെ നല്ല മധുരമുള്ള എല്ലാവർക്കും കഴിക്കാവുന്ന വൈനുകളാണ് ക്രോഫ്റ്റ്. പിന്നെ നമുക്ക് ഒറ്റക്കൊമ്പനുണ്ടോ? ഒറ്റക്കൊമ്പനുണ്ട്. ഇതുണ്ടോ? അത് ഞാൻ അധികം സ്ഥലങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ഇതാണ് ഒറ്റക്കൊമ്പൻ. നാടൻ വാറ്റി ആരായെന്ന് പറയും. അടിപൊളി. അപ്പൊ ഒറ്റക്കൊമ്പൻ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ സംഭവം ഉണ്ട് കേട്ടോ. നമ്മുടെ ജെയിൻ ജേക്കബ് ചേട്ടന്റെ ഗ്ലോബൽ ഫ്ലേവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റക്കൊമ്പൻ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒറ്റക്കൊമ്പൻ മേടിച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. എത്ര ചേട്ടാ പ്രൈസ് വരുന്നത്? 37.99 പൗണ്ട് ആണ്. അപ്പം ആരെങ്കിലും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് സാധനം മേടിക്കാം. അപ്പൊ നമ്മുടെ ഡ്രിങ്ക്സ് ഐറ്റംസിൽ നമ്മളിപ്പോൾ ഒറ്റക്കൊമ്പം കണ്ടു. പിന്നെ ഇതൊക്കെ നമ്മുടെ മലയാളീസിന് ഇഷ്ടപ്പെടുന്ന സ്വീറ്റ് ആയിട്ടുള്ള വൈൻസ് ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഈ ടൈലേഴ്സിന്റെ വൈനൊക്കെ നമ്മൾ അന്ന് വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേരൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്രോഫ്റ്റിന്റെ വൈനും എല്ലാം എന്താ പറയുക അഫോർഡബിൾ പ്രൈസസ് ഒക്കെയാണ്. പിന്നെ നമുക്ക് ചേട്ടാ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തില്ലേ? അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പുതിയ ഓഫർ വരുന്നത്, അത് എന്തെങ്കിലും പുതിയ സാധനം ഇതെല്ലാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ കാണാറുണ്ട് കേട്ടോ. കാരണം ഞാനും ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ചേട്ടനാണെങ്കിൽ തേഴ്സ്ഡേയ്സ് ഒക്കെ ഫ്രഷ് ഫിഷ് വരുന്നത്. ഫ്രഷ് ഫിഷ് ഉണ്ട്. എല്ലാ തേഴ്സ്ഡേയിലും ഫ്രഷ് ഫിഷ് വരും. മീറ്റ് നമുക്ക് ആഴ്ച 3 പ്രാവശ്യം വരും. അങ്ങനെ ഫ്രഷ് ഫിഷ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഏത് ഫ്രഷ് ഫിഷ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഏത് ഫിഷ് വേണമെങ്കിലും നമ്മൾ തേഴ്സ്ഡേ കൊണ്ടുവന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. നിങ്ങൾ വന്ന് കളക്ട് ചെയ്താൽ മതി. അപ്പൊ ഫ്രഷ് ഫിഷ് വേണ്ടവർ വീട്ടുപുറം പരിസരത്തൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ ചേട്ടന്റെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ മീറ്റ് ഒക്കെ നമ്മൾ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീറ്റ് നമ്മൾ വെരി ഫ്രഷ് പോത്തിനെയും ഇതൊക്കെ അതേപടി ഇവിടെ കൊണ്ടുവന്ന് ഫുള്ളായിട്ട് എടുത്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നമുക്ക് ബുച്ചറുണ്ട് ഇവിടെ. അപ്പൊ അത് കട്ട് ചെയ്ത് അതേപടി ഫ്രഷ് അതിന്റെ 4ആയിട്ടുള്ള ഇതായിട്ട് മുറിച്ചിട്ട് അതിന്റെ ഫുൾ പോർഷൻ ആയിട്ട് കൊണ്ടുവന്നിട്ട് അതേന്ന് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഏത് പോർഷൻ വേണമെന്നുള്ള ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് ആണ് കേട്ടോ ചേട്ടൻ പറയുന്നത്. ചേട്ടൻ തന്നെ ഫുള്ളായിട്ട് മേടിച്ചിട്ട് ഇവിടെ വന്ന് കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ പീസ് ആക്കുകയാണെന്നാണ് പറയുന്നത്. ഏത് പോർഷൻ വേണമെങ്കിലും കൊടുക്കും. നമുക്ക് എല്ലുള്ള പോർഷൻ ഏത് ഭാഗത്തുനിന്നുള്ള സാധനം വേണമെങ്കിലും നമ്മൾ കൊടുക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ബീഫ് വിത്ത് ബോണൊക്കെ മേടിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ള ബീഫാണ് കേട്ടോ. മലയാളികൾക്ക് ഇവിടുത്തെ ബീഫ് പലയിടത്തും നല്ല നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഉള്ള ബീഫ് ഉണ്ടോ എന്നൊക്കെ തപ്പി നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഉള്ള ബീഫും കിട്ടും. പിന്നെ ഫിഷ് നമ്മുടെ നാട്ടിലെ ഏത് ഫിഷ് വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ അടുത്ത വ്യാഴാഴ്ച ആ ഫ്രഷ് ഫിഷ് കൊണ്ടുവന്ന് ആ സാധനം കൊണ്ടുവന്ന് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ അല്ലേ? എല്ലാ ദിവസവും നോർമൽ ടൈം രാവിലെ 9 തൊട്ട് വൈകിട്ട് 8 മണി വരെ എല്ലാ ദിവസവും സൺഡേ ഉൾപ്പെടെ എല്ലാ ദിവസവും ഓപ്പണാണ്. അപ്പം പിന്നെ ഏത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇന്ന സാധനം വേണം ചേട്ടാ, നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ
അത് റെഡിയാക്കി. അപ്പൊ ചേട്ടന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ, വീഡിയോയിലും എഴുതിയിട്ടുണ്ട്. അപ്പം നമ്പർ ആവശ്യമുള്ളവർ, ഇതുപോലെ ഐറ്റംസ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ, പീറ്റർബോറോ പരിസരത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ചേട്ടൻ നമുക്ക് ഡെലിവറി ഉണ്ടോ? ഡെലിവറി ഉണ്ട്. 30 പൗണ്ടിന് മുകളിലുള്ള ഓർഡർ തന്നു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഡെലിവറി ചെയ്തു കൊടുക്കും. 30 പൗണ്ടിന് മേലെ ഉണ്ടെങ്കിൽ ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മലയാളി ഐറ്റംസ് ഒക്കെ, നമ്മുടെ നാട്ടിലെ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചേട്ടന് ഒരു മെസ്സേജ് അയച്ചാൽ മതി, പ്രോബ്ലം സോൾവ് ആയി. വണ്ടി സൗകര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. എപ്പോഴാണ് നമുക്ക് ഫ്രഷ് ഫിഷ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഇത്ര മിനിമം ഇത്ര ഓർഡർ, ഇത്ര കേജി ഓർഡർ ചെയ്യണമെന്നുണ്ടോ? നിങ്ങൾക്ക് എത്ര എന്ത് ആവശ്യമുണ്ടെങ്കിലും ഫിഷ് ആണെങ്കിൽ ഇത്ര അങ്ങനെ മിനിമം ഓർഡർ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് അതേപടി പോകും. നമുക്ക് ഫ്രഷ് ഫിഷ് സാധാരണ അയല, മത്തി, കിളി, നമ്മുടെ നാട്ടിലെ നത്തോലി, ഇതെല്ലാം നമുക്ക് എപ്പോഴും കടയിലുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ബോക്സ് ആയിട്ട് വേണമെങ്കിൽ അത് നേരത്തെ ഓർഡർ ചെയ്യാം. ഒത്തിരി സിബ്രീമ, സീബാസ്, ഇപ്പം നമ്മുടെ കിങ് ഫിഷ്, നെയ്മീൻ, ഇങ്ങനെയൊക്കെയുള്ള ഫിഷുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം വ്യാഴാഴ്ച ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് മീറ്റ് ഐറ്റംസ് എന്തൊക്കെയാ ഉള്ളത്? മീറ്റ് നമുക്കിപ്പം മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫാണ് മെയിൻ. നമ്മുടെ ഇവിടുത്തെ ബീഫ് പ്രസിദ്ധമാണ്. നല്ല ബീഫ്, നാട്ടിലെ നല്ല ബീഫുകൾ, ബീഫ് വിത്ത് ബോണ്. ബീഫ് വിത്ത് ബോൺ ഇവിടുത്തെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് സാധനമാണ്. ബീഫ് വിത്ത് ബോണൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കന്, മട്ടണ്, ബീഫ് വിത്ത് ബോണ്, ലാമ്പ്, എല്ലാ സാധനം, എല്ലാ മിക്കവാറും എല്ലാ മീറ്റും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി എന്തെങ്കിലും നാട്ടിൽ ഏത് സാധനം വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇവിടെ എല്ലാ സാധനവും ചേട്ടൻ എത്തിച്ച് തന്നിരിക്കുന്നതാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ, ഇതുപോലെ മീറ്റ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ചേട്ടനൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി സ്റ്റോറ് വിസിറ്റ് ചെയ്യുക. പീറ്റർബോറോ ഭാഗത്ത് പരിസരത്തൊക്കെ താമസിക്കുന്നവര് നമ്മുടെ നാട്ടിലെ ഐറ്റംസ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ടവരുണ്ടെങ്കിൽ, ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, കാരണം ഒരുപാട് സ്റ്റോർസും കാര്യങ്ങളൊക്കെ പീറ്റർബോറോ ഉണ്ട്. പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗ്ലോബൽ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറ്. അപ്പോൾ സ്റ്റോറിന്റെ അഡ്രസ്സ് ഇതാണ് കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.